പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഇറങ്ങിയ 4 പേർ കുടുങ്ങി എന്നൊരു വാർത്ത വരുന്നുണ്ട്. നിഖിൽ പ്രമേഷ് ആ വാർത്തയുടെ ഒരു നിഖിൽ, ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അഗ്നിരക്ഷാസേന എത്തിയോ? എന്താണ് ഉണ്ടായത് നിഖിൽ? ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തി ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാഷ്മി. ഇപ്പോൾ പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 4 പേരാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. നറണി ആലംകടവ് കോസ്വേക്ക് താഴെയാണ് ഈ സംഭവം ഉണ്ടായത്. അവരെ ഇപ്പോൾ രക്ഷിച്ച് കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത്, അതായത് ഇവർ ഈ പുഴയിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഇത്ര ഒഴുക്കുണ്ടായിരുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞാണ് ഈ തരത്തിൽ ഒഴുക്ക് രൂപപ്പെടുകയും അവരവിടെ അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടവും കെട്ടി ഇവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർ വിസിബിലിറ്റിയിൽ കാഴ്ചയിലുണ്ടോ 4 പേരും? പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേരാണ് കുടുങ്ങിയത്. നറണി ആലാംകടവ് കോസ്വേക്ക് താഴെയാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇത് മഴക്കാലമാണ്, അത്തരത്തിൽ പുഴയിലോ നേരത്തെ റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങ് ചെയ്തുകൂടാ, ഈ സമയത്ത് കുളിക്കാനോ ഏതെങ്കിലും തരത്തിൽ വിനോദത്തിന് ഈ സമയത്ത് ജലാശയങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നിഖിൽ പ്രമേഷ് തുടരുകയാണ്. നിഖിൽ, വലിയ അളവിൽ വെള്ളമുണ്ടോ ഈ പുഴയിൽ? ഇപ്പോൾ നന്നായി തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട്. ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 48 മണിക്കൂറായി പാലക്കാട് ജില്ലയിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് നന്നായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ 4 പേരെയും കരക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അധികം പ്രയാസമില്ലാതെ, അധികം ബുദ്ധിമുട്ടില്ലാതെ അവരെ കരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരിക്കെയും ഈ ജലനിരപ്പ് നന്നായി ഉയർന്നതിനാൽ തന്നെ ഇവർ ഒരു പാറയ്ക്ക് മുകളിലായാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആ പാറയ്ക്ക് മുകളിലേക്ക് വരെ ഇപ്പോൾ വെള്ളം എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും വടം അവരുടെ അരികിൽ എത്തിച്ച് അവരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി കൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇത്ര ഒഴുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അല്പസമയം മുൻപ് ഈ മലയോര മേഖലകളിലൊക്കെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തിരിച്ചടിയായത്. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതിനാൽ ഇവർക്ക് തിരികെ നീന്തി കയറാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയും അവരവിടെ അകപ്പെട്ടു പോകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം എത്തി ഈ 4 ആളുകൾക്ക് അരികിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇനി അധികം വൈകാതെ തന്നെ ഇവരെ കരയിലേക്ക് എത്തിക്കാൻ കഴിയും. ഹാഷ്മി, പാലക്കാട് സ്വദേശികൾ തന്നെയാണോ ഇവർ? നീന്തൽ അറിയാവുന്നവരാണോ? തുടങ്ങിയ വിശദാംശങ്ങൾ ലഭ്യമാണോ നിഖിൽ? നിഖിൽ, കേൾക്കാമോ? പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് കുടുങ്ങിപ്പോയത്. നിഖിൽ പറയുന്ന നടുക്ക് ഒരു പാറ പോലെ ഒരു സ്ഥലത്ത് 4 പേരും അങ്ങനെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. അവിടെ കയറൊക്കെ ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റുകളുമൊക്കെ അഗ്നിരക്ഷാസേനകൾ ഇവർക്ക് അടുത്തേക്ക് എത്തുകയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അവിടെയുണ്ട്. നിഖിൽ പ്രമേഷ് തുടരുന്നു. നിഖിൽ, ഇവർ പാലക്കാട് സ്വദേശികൾ തന്നെയാണോ? നീന്തലൊക്കെ അറിയാവുന്നവരൊക്കെയാണോ? അറിയാമോ കൂടുതൽ വിശദാംശങ്ങൾ? ഇവർ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. സമീപത്തുള്ള ആളുകൾ തന്നെയാണ്. ഇന്നിപ്പോൾ ജോലിക്കൊന്നും പോകാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. കാരണം നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ അവർക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുളിക്കാൻ ഇറങ്ങിയ സമയത്തും ഈ തരത്തിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഇവർ കുളി തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും, ഇവർ ഈ പുഴയുടെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തായി എത്തുന്ന ഘട്ടം എത്തിയപ്പോഴേക്കും അതിശക്തമായ മഴ പെയ്യുകയും ഈ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്ന് ഈ ജലനിരപ്പ് ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവർക്ക് തിരികെ നീന്തി കരയിലേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവരവിടെ അകപ്പെട്ട് നിൽക്കുന്നത്. അതൊരു പ്രയാസമായി ഇങ്ങനെ മാറുന്നുണ്ട്. എന്തായാലും ഇതേ തുടർന്ന് നാട്ടുകാരാണ് ആദ്യം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്തെത്തി ഇവരെ കരക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇപ്പോൾ വകമൊക്കെ കെട്ടി അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവരെ കരയിലേക്ക് കയറ്റാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്ന കാര്യം. ഹാഷ്മി, രക്ഷാദൗത്യം അവിടെ പുരോഗമിക്കുകയാണ്. പാലക്കാട് പുഴയിലാണ് കുളിക്കാനിറങ്ങിയവർ കുടുങ്ങിയത്. അവിടെ ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. നാട്ടുകാരൊക്കെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പുഴയിൽ നിറയെ വെള്ളമാണ്. വലിയ വെള്ളം പെട്ടെന്ന് കുത്തൊഴുകി എത്തി. ലൈഫ് ജാക്കറ്റുകളൊക്കെ ഫയർഫോഴ്സ് സംഘം അങ്ങോട്ടേക്ക് എത്തി ഈ 4 പേരെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ.
കയറൊക്കെ ഇട്ട് കൊടുത്തുള്ള രക്ഷാപ്രവർത്തന നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുഴയുടെ നടുവിൽ കുടുങ്ങുകയായിരുന്നു. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയ 4 പേരാണ് പുഴയുടെ നടുവിൽ അവർ കുടുങ്ങിപ്പോയത്. നടുക്കൊരു പാറക്കെട്ടിൽ അവരിങ്ങനെ നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഏകോപനത്തിന് മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ അവിടെയുണ്ട്. പെട്ടെന്ന് ഇവർ കുളിക്കാനിറങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം പുഴയിലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു മനസ്സിലാക്കുന്നു. എന്തായാലും പ്രദേശവാസികളാണ്, അവർക്ക് പുഴ അറിയാത്തവരല്ല, പുഴയെക്കുറിച്ചും രീതികളെക്കുറിച്ചും അറിയാത്തവരല്ല, നീന്തലൊക്കെ അറിയാവുന്നവരാവണം. അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുക. പക്ഷേ അവർക്ക് നീന്തി കരയ്ക്ക് എത്താൻ കഴിയാത്ത വണ്ണം വലിയ പെരുമഴ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് അവിടെയുണ്ട്. അത് കാരണമാണ് അത് വൈകുന്നത്. എന്തായാലും അഗ്നിരക്ഷാ സംഘം അവിടെയുണ്ട്. കയറൊക്കെ ഇട്ട് കൊടുത്ത് ലൈഫ് ജാക്കറ്റുകളൊക്കെയായി എത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇവരെ അവർക്കടുത്തേക്ക് എത്തി അവർക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുത്ത് വടം ഉപയോഗിച്ച് കരയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സൂക്ഷിക്കേണ്ട സമയമാണ്. വലിയ പെരുമഴക്കാലമാണ്. നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് വലിയ തോതിൽ പുഴയിലെയും ജലാശയങ്ങളിലെയും ഒഴുക്ക് കൂടി വരുന്ന കാഴ്ച നമ്മൾ നേരത്തെ മുംബൈയിലടക്കം ആ കാഴ്ച കണ്ടതാണ്. വലിയ ദാരുണമായ സംഭവങ്ങൾ കണ്ടാണ്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും ഇത് ഒരു അപകടാവസ്ഥ തരണം ചെയ്യുന്നു ഇവർ എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം കൃത്യസമയത്ത് അറിയിപ്പ് കിട്ടുകയും കൃത്യസമയത്ത് ഫയർഫോഴ്സ് സംഘം എത്തുകയും അവർ അങ്ങോട്ടേക്ക് കയറ് കെട്ടിയും ഇവർക്കടുത്തേക്ക് എത്തുകയും ലൈഫ് ജാക്കറ്റ് ഇട്ട് ഇവരെ തിരികെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കമുള്ളവർ അവിടെ രക്ഷാപ്രവർത്തന ഏകോപനത്തിന് അവിടെയുണ്ട്. നിഖിൽ പ്രമേശ്വരൻ, നിഖിൽ, അവരെ രക്ഷപ്പെടുത്തിയോ? അവരെ ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഹാഷ്മി, കരയിലേക്ക് അവരെ ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞു. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും സമയം അവിടെ കുടുങ്ങിക്കിടന്നെങ്കിലും അവരെ ഫയർഫോഴ്സ് വടം ഉപയോഗിച്ചിപ്പോൾ കരയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. 4 പേരാണ് അവിടെ അകപ്പെട്ടിരുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. 4 പേരാണ് അവിടെ അകപ്പെട്ടിരുന്നത്. ഇവർ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. രാവിലെ തന്നെ എത്തിയതാണ്. അവർക്ക് ഇന്ന് സ്വാഭാവികമായിട്ടും ഇന്ന് അവധി ദിവസമാണ്. പല സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നില്ല. ഇവർ സാധാരണ ജോലിക്ക് പോകുന്ന ആളുകളാണ്, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. അവർക്ക് ഇന്ന് പണിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിരുന്ന ശക്തമായ മഴ ഇന്ന് പെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അവർ സാധാരണഗതിയിൽ കുളിക്കാനെത്തുന്നു. അല്പം കഴിഞ്ഞാണ് ഈ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് അവർക്ക് തിരികെ നീന്തി കരയിലേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നാട്ടുകാർ തന്നെയാണ്, അവർ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് നാട്ടുകാരാണ് ഈ ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് സംഘം അവിടേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരുകയും ഇപ്പോൾ ഈ സംഘത്തെ വടം കെട്ടിക്കൊണ്ട് അവർ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. അതൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. 4 പേർ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ വളരെ ഞെട്ടലോടുകൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. എന്തായാലും ഇപ്പോൾ അവരെ പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. വടം വഴി ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അല്പം കൂടി ജലനിരപ്പ് ഉയർന്നിരുന്നെങ്കിൽ, അതായത് പുഴയിലെ ജലനിരപ്പ് അല്പം കൂടി ഉയർന്നിരുന്നെങ്കിൽ അവരെ ഒരുപക്ഷെ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം തന്നെ മുക്തമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ 4 പേരെയും കരക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഒരാളെ ഇതിനോടൊപ്പം തന്നെ കരക്കെത്തിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരെയും ഈ ഫയർഫോഴ്സ് സംഘം വടം കെട്ടി പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ 4 പേരും അകപ്പെട്ടത് ഇന്ന് രാവിലെ അവർ കുളിക്കാനെത്തി ഏതാണ്ട് അല്പസമയം മുൻപാണ്. 12:30 മണിയോടുകൂടിയാണ് ഇവർ ഈ പുഴയിൽ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു പാറയ്ക്ക് മുകളിൽ കുറച്ച് പ്രായമുള്ള മനുഷ്യരൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് പ്രായമുള്ള മനുഷ്യരൊക്കെയാണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വിനോദോപാധിയായി കുളിക്കാനെത്തിയതല്ല, എനിക്ക് അവർ ഡെയിലി റുട്ടീന്റെ ഭാഗമായി തന്നെ കുളിക്കാനെത്തിയവരാണ്. വടം ഉപയോഗിച്ചാണ് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അവിടെ ഇക്കാണുന്ന ദൃശ്യങ്ങൾ. എന്തായാലും വടം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. 4 പേരാണ് ആ പാറക്കെട്ടിൽ കുടുങ്ങിപ്പോയത്. അവരെ ഇപ്പോൾ കരയിലേക്ക് എത്തിക്കുകയാണ്. കുറച്ച് പ്രായമുള്ള മനുഷ്യരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. പ്രായമുള്ള ആൾക്കാർ, ഒരു വയോധിക അടക്കമുള്ളവർ ആ കൂട്ടത്തിലുണ്ട്. അവരെയാണ് ഇപ്പോൾ വടം വഴി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഒരു വിനോദം എന്ന തരത്തിലെത്തിയതല്ല എന്ന് തോന്നുന്നു. അവർ എല്ലാ ദിവസവും പുഴയിൽ തന്നെ കുളിക്കുന്നവരാണ്. അങ്ങനെ കുളിക്കാനെത്തിയവരാണ്. പെട്ടെന്ന് ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്ന് വളരെ പെട്ടെന്ന് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു വന്നത്. നിഖിൽ പ്രമേഷ് തുടരുന്നു. നിഖിൽ, രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിലാണ് അല്ലേ? തീർച്ചയായിട്ടും അശ്മി, ഓരോരുത്തരെയായി ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ ധരിപ്പിച്ച് അതിനുശേഷമാണ് വടത്തിലൂടെ പതുക്കെ നടത്തി, അതായത് ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ പതുക്കെ നടത്തി അവരെ കരക്കെത്തിക്കുന്നത്. ഇപ്പോൾ 2 പേരെ കരക്കെത്തിച്ചു കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയും. 2 പേരെ ഇതിനോടൊപ്പം തന്നെ കരക്കെത്തിച്ചു കഴിഞ്ഞു. ഒരു വയോധിക അടക്കമുണ്ട്. അതെങ്ങനെയാണ് അവരടക്കം ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് ഇനി പുറത്ത് അവർ വന്ന ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയും. എന്തായാലും ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ അറിയിക്കുന്നത് കുളിക്കാൻ വേണ്ടി വന്ന ആളുകൾ എന്നുള്ളത് തന്നെയാണ്. ആ തരത്തിൽ തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും 4 പേരെയും ഇതിനോടൊപ്പം തന്നെ ലൈഫ് ജാക്കറ്റുകളെല്ലാം തന്നെ ധരിപ്പിച്ച ശേഷം അവരെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ മുന്നിലായി നടക്കുന്നു. അതിന് തൊട്ട് പുറകിലായി ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ. അതിനുശേഷം അതിന്റെ പുറകിൽ മറ്റൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ
എന്ന നിലയിൽ വടം കെട്ടി അവരെ ഇപ്പോൾ കരയിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ആളെയും ഇപ്പോൾ കരക്കെത്തിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയങ്ങളിലൊക്കെ ഏത് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പുഴയോ മറ്റോ കാണുമ്പോൾ നമുക്കറിയാത്ത പ്രദേശമാണെങ്കിൽ ഉറപ്പായും ഒരു അധിക ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ